ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡു തേലപ്പള്ളി. വെൽക്കം ടു അവർ ചാനൽ വ്യൂ ഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കൺട്രി. നമ്മൾ നോട്ടിംഗ്ഹാമിനോട് വിട പറയാണ്. കാര്യം നമുക്ക് ലെസ്റ്ററിലൊരു ഫ്ലാറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴയൊരു വീഡിയോയിൽ കണ്ടൊരു സംഭവം തന്നെയാണ്. അവിടെ അന്വേഷിച്ചിട്ട് ഭയങ്കര ഗുലുമാല്. ഫ്ലാറ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ വീട് കിട്ടാൻ നമ്മുടെ സൗകര്യത്തിന് വരുമ്പോൾ ഒക്കെ വളരെ ദൂരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു ലോഡ് സാധനങ്ങളായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ പരിചയമുള്ള ചേട്ടൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നോട്ടിംഗ്ഹാം ടു ലെസ്റ്റർ ഒരു റോഡ് യാത്രയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവരുടെ വീടിൽ നിന്നും ഈ നോട്ടിംഗ്ഹാമിനോടും താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ റോഡ് എന്ന് പറയുന്നത് മോട്ടോർ വേയിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ഇത് എന്താ പറയുക, സ്കോട്ട്ലൻഡ് ടു ലണ്ടൻ ഡയറക്റ്റ് റോഡാണ്. ഏറ്റവും മെയിൻ ആക്സസ് എന്ന് പറയാവുന്ന റോഡ് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ റോഡ് ആക്സസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് ഭംഗിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും ഓട്ടം ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ മഞ്ഞ സ്വർണ്ണ കളറിലൊക്കെയാണ് ട്രീസ് ഒക്കെ നിൽക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല ഇത്രയും മിനിമം സ്പീഡിൽ നമ്മൾ പോകണമെന്നില്ല ഇതിൽ. ഇത് ചില റോഡിൽ മിനിമം 70 km/h നമ്മൾ മൈൽസിൽ പോകണം ഈ റോഡിൽ കൂടെ. അത് ഓരോ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രാക്ക് നമ്മൾ ഓട്ടോയ്ക്ക് ആണെങ്കിൽ പ്രത്യേക റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത് സൈഡൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയാണ്. നമ്മുടെ പ്രത്യേകം അവിടെ ഫാമിംഗ് ലാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നോട്ടിംഗ്ഹാമിൽ നിന്ന് നമ്മൾ ലെസ്റ്ററിലോട്ടുള്ള യാത്ര ഈസി വേ ആയിരുന്നു. കാര്യം പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മോട്ടോർ വേയിൽ കയറി കഴിഞ്ഞാൽ ഒരു മിനിമം സ്പീഡ് ലെവലിൽ പോകുന്നത് തന്നെ. ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെയുള്ള യാത്ര ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എത്തി. ലെസ്റ്ററിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാലും ലെസ്റ്ററിനല്ല, ഇവിടെ എല്ലായിടത്തും ഒരേപോലെയൊക്കെ തന്നെയാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ്. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വീടുകളായിരുന്നാലും റോഡ് ആക്സസ് ആയിരുന്നാലും എല്ലാം കിടക്കുന്ന സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമാണ്. നമ്മുടെ വീട് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ലെസ്റ്റർ ടൗണിൽ നിന്ന് ഒരു 1.3 മൈൽ ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു അപ്രോക്സിമേറ്റ്. ഇത് ഗ്ലെൻഫീൽഡ് ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ സർക്കിളാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു വിശാലമായൊരു ഒരു ഏരിയ ടെറിട്ടറി തന്നെ ഉണ്ട്. 3-4 ഓപ്പണിംഗ് എൻട്രൻസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ നമ്മുടെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഏരിയ നമുക്ക് ഹോസ്പിറ്റലിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഇവിടെയുള്ള മറ്റ് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്തായാലും നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസൊക്കെ നമ്മൾ എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചു നമ്മുടെ എന്തായാലും ഇനിയൊക്കെയുള്ള കാഴ്ചകൾ കാണിക്കണം എന്നുള്ള പ്രോത്സാഹനം പലരും പറയുണ്ടായി. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള നല്ല ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ ടെറിട്ടറി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയുള്ള കാഴ്ചകളുണ്ടാവും എന്തായാലും. ഹലോ ഹലോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ വന്ന വണ്ടി അതായിരുന്നു. നമ്മുടെ ഗ്യാങ്ങുകളെല്ലാം വണ്ടിയിലുണ്ടായിരുന്നു. അപ്പന്മാരെങ്ങനെ ഇത്ര നേരം എൻ്റെ അടുത്ത് ഇരുന്നേന്നുള്ളതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ഇതൊക്കെ കൂടി ഇറങ്ങണം. നമ്മുടെ ഹെവി പാക്കേജ് ലഗേജ് ഒക്കെ ഇനി താഴെ ഇറക്കണം. അപ്പോൾ ഈ ഏരിയ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. വീടുകളായാലും ഈ നല്ല ലക്ഷറി സെറ്റപ്പുള്ള സംഭവമാണ് കേട്ടോ. ഈ സറൗണ്ടിങ്സ് ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മുടെ വീട്. അപ്പം ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ. ഇതൊരു ബെഡ്റൂം, സ്മോൾ സ്പേസ് ആണ്, പക്ഷേ ഹീറ്റർ ബാക്കി കാര്യങ്ങളുണ്ട്. ഇതാണ് അല്പം വലുപ്പത്തിൽ നമുക്കൊരു ഉള്ളതെന്ന് പറയാവുന്നൊരു സംഭവം. ഒരു കബോർഡ് ഉണ്ട്.
ഇതാണ് നമ്മുടെ ആംബിയൻസിലുള്ള ഒരു ഹാള്. വീട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ കീ കിട്ടിയ സമയത്തുള്ള ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് യൂസ്ഡ് ഫർണിച്ചറാണ് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ ഫർണിച്ചറുകൾ ഇപ്പോൾ വരുമ്പോൾ ഇനിയിപ്പോൾ വീടിന് എന്ത് മാറ്റം വരുമെന്ന് അത് ഇട്ട് കഴിയുമ്പോൾ അറിയാം. ഇപ്പം സ്ത്രീജനങ്ങളോട് തന്നെ ചോദിക്കാം വീടിൻ്റെ. ഈ വീടിനാണ് നിങ്ങൾ ഈ വന്ന് വീട് നോക്കിയിട്ടൊന്ന് കുറ്റം പറഞ്ഞത്. നല്ല സൗകര്യമുള്ളൊരു വീട്, അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടിന്. പിന്നെന്താ, നല്ലൊരു ആംബിയൻസ്, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും നല്ല രസമുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. വീടൊക്കെ നല്ല വീടാ, ഇച്ചിരി കുഞ്ഞു വീടാണെന്നുള്ളൂ, എന്നാലും എല്ലാ സൗകര്യമുണ്ട്. 2 ബെഡ്റൂം, കിച്ചൺ, ഹാള് എല്ലാം നല്ലതാണ്. പിന്നെ ഫ്രണ്ടും ബാക്കും നല്ല എന്താ പറയാ പച്ചപ്പും ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ മുകളിൽ താമസിച്ചവര് പറഞ്ഞ് ഇവിടെ മലയാളികളുണ്ടെന്ന് പറഞ്ഞു. ഒരു 10-15 മലയാളി ഫാമിലികളുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യം, എന്തായാലും ഒരു ഇത് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷത്തിന്റെ ഈ വർത്തമാനം ഇവിടെ നിർത്താണ്. അപ്പൊ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ വീട് എടുക്കണേനും ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏറ്റവും ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളിയൻ ഫാമിലിയാണ്. ഇവരുടെ സപ്പോർട്ട് പ്രത്യേകം എടുത്തു പറയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരുപാട് നന്ദി അറിയിക്കാണ്. ഇപ്പൊ നമ്മള് തുടർ കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ എല്ലാവരുടെ പേരിൽ നന്ദി പറഞ്ഞ ഒരു ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ താങ്ക് യു, ബൈ.